ഇപ്പോൾ ഓട്ടത്തിൽ നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ ഉള്ള സുഖം കൂടി ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഡിയൽ ഇന്ത്യൻ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വാഹന വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വാഗണറാണ്. വാഗണർ എന്ന് പറയുമ്പോൾ പഴയ രണ്ട് മോഡലാണ് എല്ലാവർക്കും ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ അടിമുടി ഒരു മാറ്റം വരുത്തിക്കൊണ്ട് മാരുതി പുതിയൊരു വാഗണർ നിരത്തിൽ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 3655 അതേപോലെ ഈ വിത്ത് വരുന്നത് 1675 ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്. അപ്പോൾ ഏകദേശം പഴയ വാഹനത്തിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്, വിത്ത് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് ടോട്ടൽ ലെങ്തും കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 2435 mm ആണ്. ഏകദേശം ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ വരുന്നിടത്ത് തന്നെ ഇവിടെ ഒരു ക്ലാഡിങ് ചെയ്ത് അവർ ഈ സൈഡിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു മെറ്റാലിക് ഷെയ്ഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ കളർ കൊടുത്തിരിക്കുന്നത്. അതേ ഒരു കളർ തന്നെയാണ് ഈ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത്. റിവ്യൂ മിററിന് അതേ കളറും ഒരു ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. സൈഡ് ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ മോഡൽ വാഗണർ നമുക്ക് വിപണിയിൽ കിട്ടുന്നത് 3 വേരിയൻറ്റിലാണ് കിട്ടുന്നത്. LXI, VSI, ZXI. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്, ഒരു മെറ്റാലിക് പടി. അതിനകത്ത് ക്രോം ഫിനിഷിങ്ങോടുകൂടി ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് 14 ഇഞ്ച് ടയറാണ് ഉള്ളത്. വീൽ ആർച്ച് നല്ല ഭംഗിയോടെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഫ്രണ്ട് മുതൽ ബാക്ക് വരെയും ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഡിസൈനിലാണ് ബാക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്ഷൻ വരുന്നത് ഈ ബാക്ക് സൈഡ് ലാമ്പാണ്. അത് നമുക്ക് നല്ല രീതിയിൽ എടുത്തറിയിത്ത രീതിയിലാണ്. പഴയ വാഹനത്തിൽ നിന്നുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ബാക്കിലെ ഈ ഒരു വിൻഡോ ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിസ്താരമേറിയതാണ്. അതിൻ്റെ താഴെയായി ക്രോം ഫിനിഷിങ്ങോട് കൂടിയുള്ള ഈ ഒരു പ്ലേറ്റ് ഉണ്ട്. അതിൽ വാഗണറിൽ നിന്നുള്ള വലിയ അക്ഷരം കൊടുത്തിട്ടുണ്ട്. സുസുക്കിയുടെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. താഴെ 2 റിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട്, 2 സെൻസർ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി മൊത്തം നോക്കുമ്പോൾ നല്ലൊരു ലുക്കാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് മനസ്സിൽ കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ലൈറ്റുകളാണ്. ഹെഡ്ലൈറ്റാണ് നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നത്. പിന്നെ ഇതിന് തന്നെ താഴെ ഒരു ഫോഗ് ലൈറ്റിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാം അതിനകത്ത് ഫോഗ് ലൈറ്റും ഇതൊക്കെ ക്രോം ഫിനിഷിങ് ഉള്ള ഷീൽഡായിരിക്കും വരുന്നത്. ഈ ഒരു ലൈൻ മാത്രമേ നമുക്ക് ക്രോം ഫിനിഷിങ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സുസുക്കിയുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കർവ് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ഒരു വലിയൊരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും ഇവിടെ എയർ ഡാം കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തേക്കുകയാണ്. വൈപ്പർ ഈ ഒരു ബോണറ്റിൽ നിന്ന് താഴെ നിൽക്കത്തക്ക രീതിയിൽ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഏരിയയിൽ ഫ്രണ്ട് നറുക്ക് കൊടുത്തിട്ടുണ്ട്. പഴയ വാഗണറിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തി ടോയ് ബോയ് എന്ന ആണ് അതിൻ്റെ മോഡലിന് പറയാനുള്ളത്. പിന്നെ ഓടിച്ച് നോക്കിയിട്ട് ഓട്ടത്തിലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാം. വാഹനം നമുക്ക് നിരത്തിലൊക്കെ ഓടിക്കാൻ നല്ല
ഒരു ക്ലിയർ ബാലൻസ് കിട്ടുന്നുണ്ട്. കൂടുതൽ ഫാമിലി യാത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാഹനം വാഗണറാണ്. അപ്പം ഈ ഒരു വാഹനത്തെ നമ്മൾ പരിചയപ്പെടുത്തി, ഇനി ഉൾവശം കൂടി പരിചയപ്പെടുത്താനുണ്ട്. ഇപ്പം ഈ ഒരു വാഗണറിൻ്റെ ഇന്റീരിയർ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ക്രീം കളറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ ഒരു ഡോറിലേക്ക് കൂടി ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കയറിയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഈ ഒരു സൈഡും എല്ലാം ബ്ലാക്ക് ഷെയ്ഡ് നല്ല ഭംഗിയാണ്. സ്റ്റീരിയോ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലുള്ള ബേസ് മോഡലുള്ള സിസ്റ്റമാണ്. ഈ ഒരു വാഹനത്തിൽ കയറുമ്പോൾ ആദ്യം ആളുകൾ ശ്രദ്ധിക്കുന്നത് AC ബെൻഡ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇതുപോലെ ഈ സൈഡിൽ AC ബെൻഡ് വരുന്നത് വേറെ ഒരു വാഹനങ്ങൾക്കും അങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടില്ല. ഈ ഒരു സൈഡിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ടൊരു പോരായ്മ ഉണ്ട്, നമ്മൾ ബാക്കിലിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ AC കൂളിംഗ് കിട്ടത്തില്ല എന്നുള്ളത്. വേറെ AC ഈ ഭാഗത്തൊന്നും AC ഗ്രില്ല് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ബാക്കിലിരിക്കുന്നവർക്ക് പെട്ടെന്ന് കൂളിംഗ് കിട്ടാൻ താമസം വരും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്റ്റിയറിംഗ് വീലുണ്ട്. അതിനകത്തും സിൽവർ കളർ ബ്ലാക്കും കൂടെ ചേർന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. ഈ എയർ ബാഗ് സിംഗിൾ എയർ ബാഗാണ്. അപ്പോൾ ഇത്രയും മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് ഒരു എയർ ബാഗും കൂടെ ഇവർക്ക് കൊടുക്കാമായിരുന്നു എന്നുള്ളത്. ഡാഷ്ബോർഡ് ഇടുങ്ങിയ ഒരു ഡാഷ്ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഇച്ചിരി വലിപ്പമുള്ള ആൾക്കാരുന്നു. ഇതിനകത്ത് സാധനങ്ങൾ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊന്നും പറയത്തക്കതായിട്ടൊന്നും കാണുന്നില്ല. അതെല്ലാം ഒതുക്കി കളഞ്ഞതുകൊണ്ട് ആ ഒരു സ്പേസ് കൂടി ഇതിനകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു സൺബാർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിനും കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാനുവലായിട്ട് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. അതേപോലെ ഒരു റിവ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുന്ന ഈ AC സെഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജ് സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയാൻ ഇതുപോലെ ചെറിയ സൈസുകളൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് പ്രത്യേകതായിട്ടൊന്നുമില്ല. ഇതൊക്കെ സാധാരണ മാരുതിയിലുള്ള അതേ സിസ്റ്റം തന്നെയാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ വയ്ക്കാനും കപ്പ് ഹോൾഡർ വയ്ക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഓട്ടോമാറ്റിക് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതിനകത്ത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റിൻ്റെ ഓപ്പൺ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലാണ്. പ്രസ് ചെയ്താൽ മതി. അത് ഓക്കെ. മിറർ തിരിക്കാനുള്ള സൗകര്യം ലെഫ്റ്റും റൈറ്റും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിറർ എന്ന് പറയുന്നത് നല്ലൊരു ബാക്ക് നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. പ്രീമിയം ലുക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ. പക്ഷെ പിറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു സൗകര്യം. നമുക്ക് ഈ ഒരു ഫ്രണ്ട് സ്പേസിൽ നല്ല വിശാലമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട്. കൊള്ളാം. അത്യാവശ്യം ഒരു ഫാമിലിക്ക് നല്ല സുഖമായിട്ടുള്ള യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ വാഹനത്തിൽ നിന്നും വീതിയും നീളമൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലോട്ടുള്ള ബോണറ്റിൻ്റെ ഒക്കെ സ്പേസുകളൊക്കെ ഒത്തിരി കുറച്ചതുകൊണ്ട് അകത്ത് നല്ല ഉള്ളു കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിലെ ഇന്റീരിയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ അതുപോലെ ബാക്കിൽ നമുക്കൊന്ന് കയറിയിട്ട് അതും കൂടെ ഒന്ന് നോക്കാം. ബാക്കിൽ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഞ്ച് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തലയുടെ അവിടെ എത്രയും ഹൈറ്റ് കിട്ടുന്നുണ്ട്. നല്ല ഒരു സ്പേസോട് കൂടിയാണ് വാങ്ങുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിക്കിയിൽ സ്റ്റോറേജ് സ്പേസും കൂടെ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ ഡോറ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്.
ഇതിൻ്റെ സൈഡിലും അതേപോലെ കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ഓട്ടോമാറ്റിക് വിൻഡോ സിസ്റ്റം ഉണ്ട്. ഒരു സിൽവർ കളറുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ല ഫിനിഷിംഗ് ആണ് മൊത്തത്തിൽ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലോട്ട് വരുന്നതുകൊണ്ട് ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് അതിൻ്റെ ലോക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ഡിക്കിയുടെ നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നല്ലൊരു സ്റ്റോറേജ് സ്പേസാണ്. 341 ലിറ്ററാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടാണ് അവർ സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന് ഇതിൻ്റെ അടിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനും പ്രത്യേക സ്പേസ് കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലെ സീറ്റ് അങ്ങോട്ട് മടക്കി ഇട്ട് കഴിഞ്ഞാൽ കുറേ സ്റ്റോറേജ് സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നതാണ് എന്ന് പറയുന്നത്. ഈ ഫ്രണ്ട് നമുക്ക് ബോണറ്റ് തുറന്നൊന്ന് നോക്കാം. വാഗണറിന്റെ ഫ്രണ്ട് എഞ്ചിൻ ഭാഗമാണ് ഇത്. 1 ലിറ്റർ BX6 എഞ്ചിനാണ്. സെക്കൻഡ് വേരിയേഷൻ ആണ്. എഞ്ചിൻ ഭാഗമൊക്കെ നല്ല ഒതുക്കത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും ഈ വാഹനം ഓടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ മറ്റുള്ളവരെ കാണിക്കുന്നത്. ഇപ്പോൾ ഓട്ടത്തിൽ നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ ഉള്ള സുഖം കൂടി ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്ത് രഞ്ജിത്താണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്ടത്തിൽ ഒന്ന് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. ബാക്കിലിരിക്കുന്നവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളത് നോക്കാം. ഈ ഒരു വാഹനം നമുക്ക് ഓട്ടത്തിൽ ബാക്കിലിരിക്കുന്നവർക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് നല്ല കട്ടറിൻ്റെ ഒന്നും കുലുക്കമൊന്നും നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് നല്ലോണം അനുഭവപ്പെടുന്നില്ല. അതുമാത്രമല്ല കാല് നമുക്ക് അത്രയും നീട്ടി വേണമെങ്കിലിരിക്കാം, ഒരു മുഷിവ് വരുന്നില്ല. അതേപോലെ തന്നെ ഇത്രയും സ്പേസ് കിടക്കുന്നതുകൊണ്ട് നല്ല ഒരു വായു സഞ്ചാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി വാഹനമാണ് ഈ ഒരു വാഗണർ. ഐഡിയൽ ഇന്റീരിയർ ബ്ലോഗിനോടൊപ്പം നമ്മുടെ ക്യാമറമാൻ കൃഷ്ണകുമാറും ഉണ്ട്, രഞ്ജിത്തുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനത്തിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറഞ്ഞു. കൃഷ്ണകുമാറിൻ്റെ ഇതിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. മറ്റേ നമ്മുടെ ഈ വാഗണറിന്റെ ആദ്യത്തെ വണ്ടിയിൽ നമ്മൾ ഇരുന്ന് പോയിട്ടുള്ളേ, അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ സുഖമുണ്ട് യാത്ര ചെയ്യാനൊക്കെ. ഈ ഒരു വാഹനം രഞ്ജിത്ത് ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചു നോക്കിയപ്പം മെയിനായിട്ട് ഇതിന്റെ കാല് നൂത്ത് വെച്ച് ഇരിക്കാൻ പറ്റും. ഓടിക്കുമ്പം കാലിനൊരു മുഷു വരത്തില്ല, ഒരു വേദനയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അതായത് ഉള്ളവർക്കും നല്ല സ്പേസ് ഉണ്ട് ഇരിക്കാൻ, ഓടിക്കാനും നല്ല സ്മൂത്താണ്. പിന്നെ പവർ സ്റ്റീരിംഗ് കൂടെ ആയതുകൊണ്ട് വണ്ടി കൊള്ളാം. അല്ല, ഇപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ബാക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡ് വ്യൂ ഒക്കെ നല്ലോണം കാണാം. ഇത്രയും വലിയൊരു വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. വേറെ അടവുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് പുറം കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ന്യൂ വാഗണറിൻ്റെ ഒരു എല്ലാ വിശേഷങ്ങളും നമ്മൾ കണ്ട്, ഇൻറ്റീരിയർ വർക്കും പുറത്തെ കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള നല്ല പുതിയ വീഡിയോകളും പുതിയ ആശയങ്ങളും പുതിയ ഇൻറ്റീരിയർ വർക്കുകളും പുതിയ വാഹന വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.